നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവധി ദിവസമാണ്. അവധി ദിവസമായി കഴിഞ്ഞാൽ കുട്ടികൾ എന്തെടുക്കും, എന്ത് ചെയ്യും, ഏത് ചെയ്യും എന്നൊന്നും തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് പറയാൻ കഴിയില്ല. എപ്പോഴും അവരുടെ മേലെ ഒരു കണ്ണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ഇനി ജോലിക്കൊക്കെ പോകുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും, അതായത് മുത്തശ്ശനും മുത്തശ്ശിയുടെ അടുത്തായിരിക്കും ഒരു പക്ഷേ കുട്ടികളെ ആക്കിയിട്ട് പോയിട്ട് ഉണ്ടാകുക. ഒരു പക്ഷേ ഒന്ന് കണ്ണ് തെറ്റുമ്പോൾ ആയിരിക്കുന്നിട്ടുണ്ടാകണം പല കുസൃതരങ്ങളും കാണിക്കാൻ. ആ കുസൃതരങ്ങൾ ചിലരുടെ ജീവനടക്കം എടുക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. ഇപ്പോഴിതാ ഒരു അബദ്ധത്തിൽ കയറി പറ്റിപ്പോയതാണ്. പിന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ പെട്ടുപോയ ഒരു കുട്ടിയുടെ വാർത്തയാണ്. കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ കുടുങ്ങിയ 4 വയസ്സുകാരനെ അഗ്നിരക്ഷാ സേന അംഗങ്ങൾ രക്ഷപ്പെടുത്തി. ഒളവെണ്ണ ഇരിങ്ങാലൂർ ഞെട്ടിത്താഴത്ത് ശനിയാഴ്ച രാത്രി 9:30 സംഭവം നടന്നത്. ഹറഫ മഹലിൽ താമസിക്കുന്ന സുഹൈബിന്റെ മകൻ മുഹമ്മദ് ഹനാനാണ് വാഷിംഗ് മെഷീനകത്ത് കുടുങ്ങിപ്പോയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് മീൻചന്ത നിലയത്തിലെ അഗ്നിരക്ഷാ സേന അംഗങ്ങൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ കുട്ടിയെ പരിക്കുകളില്ലാതെ തന്നെ പുറത്തെത്തിച്ചു. വാഷിംഗ് മെഷീനിലെ വസ്ത്രം ഉണക്കുന്ന ഭാഗത്താണ് കുട്ടി കുടുങ്ങിപ്പോയത്. ഈ ഭാഗം മെഷീനിൽ നിന്ന് വേർപെടുത്തിയ ശേഷം യന്ത്രം ഉപയോഗിച്ച് കട്ട് ചെയ്താണ് രക്ഷപ്പെടുത്തിയത്. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ W സനലിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ M അനീഷ്, KP അമീറുദ്ദീൻ, VK അനൂപ്, ജയേഷ്, വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ CK അശ്വിനി, ഹോംഗാർഡ് AB രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും നിലവിലെ ഇത്തരത്തിൽ കുട്ടികളൊക്കെ തന്നെ ഇങ്ങനെ വാഷിംഗ് മെഷീനിലും ഡോറിന്റെ ഇടയിലും അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്തും ഒക്കെ തന്നെ കയറി പറ്റുന്ന ചില വിരുദ്ധന്മാർ നമുക്കിടയിലുണ്ട്. അവരെയൊക്കെ തന്നെ എത്ര ശ്രദ്ധിച്ചു നടന്നാലും ഒരുപക്ഷെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടും. ഒരുപക്ഷെ ഇനി ആ കുട്ടി വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ വളരെ ഭയപ്പെടും. ഒരുപക്ഷെ ഇനി ഒളിച്ചു കളിച്ചതാണോ എന്നറിയില്ല. അങ്ങനെ പലതരത്തിലുള്ള കളികൾക്കായി ഉപയോഗിക്കുന്ന ഇത്തരം യന്ത്രങ്ങളാണല്ലോ വീട്ടിലുള്ളത്. എത്ര തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാലും ചിലർ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതായത് പണ്ടത്തെ ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ വാഷിംഗ് മെഷീൻ ആയിരുന്നു. ഒരു ഭാഗത്ത് നമുക്കറിയാം ആ വാഷിംഗ് മെഷീൻ 2 ഫേസാണ് വരുന്നത്. ഒരു ഭാഗത്ത് തുണി അലക്കാനും മറുഭാഗത്ത് ഈ അലക്കിയ തുണി എടുത്ത് തന്നെ മാനുവലി തന്നെ നമ്മൾ എടുത്ത് ഉണക്കാനിടുന്ന ഒരു ഭാഗവും കൂടിയുണ്ട്. അതൊരു കുഴി പോലെയാണ്, ഒരു ക്യൂബ് പോലെയാണ് ആ ഭാഗം ഇരിക്കുന്നത്. ആ ഭാഗത്തിലേക്കാണ് കുഞ്ഞ് നിന്നത്. പക്ഷെ പിന്നീട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇറുകിപ്പോകുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ സ്ഥലത്തെത്തി കുട്ടിയെ രക്ഷിച്ചത്. എന്തായാലും കുട്ടി ഇപ്പോൾ ഹാപ്പിയാണ്, സേഫാണ്.